അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ നല്ല മഴ കേട്ടോ. രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇതാ രാവിലെ അങ്ങനെ നീച്ചിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോഴാണ് ലൈബ് നീച്ച് വന്നിക്കണത്. ആ ബ്രഷും കുടിച്ചിട്ട് മഴ കണ്ടിരിക്കണം കേട്ടോ അവള്. അപ്പോൾ മദ്രസക്ക് വയ്ക്കണം പൊന്നും റിച്ചൊക്കെ മദ്രസക്ക് വയ്ക്കണം കേട്ടോ. പൊന്ന് തപ്പ് വരും. അവൾക്കൊരു 6 മണി മുതൽ 7 മണി വരെ ഉള്ളൂ കേട്ടോ മദ്രസ. അപ്പോൾ ഇത് നല്ല മഴയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് കടി ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ആട്ടി വെച്ചിരുന്നു, ഉഴുന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി ആട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ നമുക്ക് ദോശയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസം തന്നെയാണ്. അപ്പോൾ പൊന്നൊക്കെ എന്തായാലും പറഞ്ഞു അവൾ ദോശ തന്നെ കൊണ്ടുപോകണം കേട്ടോ പറഞ്ഞത്. അപ്പോൾ റിച്ചും ദോശ തന്നെ കരം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ചോറ് വെച്ചിട്ടൊന്നുമില്ല രാവിലെ കേട്ടോ. അപ്പോൾ ഏതായാലും ദോശയാണ് കൊടുത്തേക്കാലോ. ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ പോലെ അരിഞ്ഞിട്ടോ കാര്യമായിട്ട് സ്കൂൾക്ക് കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ വെറുതെ ഇടങ്ങാറായിട്ട് ചോറൊക്കെ ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ കൊടുത്തേക്കുക എന്നല്ലാതെ ചോറൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരും കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 2 ദോശ വെച്ച് കൊടുത്ത് ചിലപ്പോൾ അതും ഉണ്ടാവും ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെ എന്ത് കൊടുത്താച്ചാലും ഓല് ഇങ്ങോട്ട് ചിലപ്പോൾ ബാക്കി കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഇനി ഏതായാലും ദോശ തന്നെ മതി എന്ന് വിചാരിച്ച് ഇന്ന് ഏതായാലും ഓളോട് ചോദിച്ചപ്പോൾ ഓളും പറഞ്ഞു ദോശ കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ഇനി ഏതായാലും അവർക്ക് ദോശ കൊടുത്തേക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ കൊടുത്തേക്കാൻ ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കിക്കണു. പിന്നെ നമ്മൾ മറ്റേ ഇഡ്ഡലിപ്പൊടി ഇല്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാട്ടിത്തരണം കേട്ടോ ഒരു വീഡിയോയിൽ. അപ്പോൾ അതുണ്ട്. അപ്പോൾ ചെറുപയർ കറിയാണെങ്കിൽ കുറച്ച് കട്ടിയിലൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കണം. അപ്പോൾ സ്കൂളിൽ കൊടുത്തയച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒലിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ആ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ട് ചൂടാ വിചാരിച്ചിട്ട് നെയ്യാക്കിയത് നല്ല ചൂട് കൊടുക്കാനൊക്കെ തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ നെയ്യ് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ പൊന്നു മദ്രസ വിട്ട് വന്നിക്കണു. റിച്ചുവിന് ഒരു 8 മണി വരെ ഒക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിലെ ദിവസം എനിക്ക് 8 മണി വരെയാണ്. സ്കൂളില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു 9 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുണ്ടല്ലോ. അപ്പോൾ റിച്ചു ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തും. അപ്പോൾ ദോശ ഇവിടെ ഇങ്ങനെ ഒരുവിധം ചുട്ട് കഴിഞ്ഞിരിക്കണു. ചട്നി അരച്ച് വെച്ച് പോകണം കേട്ടോ. തൻവി ഉള്ളത് ചട്നി അരച്ച് വെക്കണം. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇഡ്ഡലിപ്പൊടി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ നാളത്തെ വീഡിയോയിൽ കാട്ടിത്തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇഡ്ഡലിപ്പൊടി ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് വയ്ക്കണു. ഇതാ ദോശ അങ്ങനെ ഇവിടെ ചുട്ടുകൊണ്ട് കഴിയാൻ വയ്ക്കുന്നു കേട്ടോ. ഇനി 1-2 ദോശയും കൂടി എന്നെ ചൂടാണ്. അപ്പോൾ അങ്ങനെ ദോശ ഇട്ട് ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പൊന്നു സ്കൂൾക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. എടുക്കാൻ അപ്പോൾ സമയം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഒരു ധൃതി പിടിച്ച സമയമല്ലേ. അപ്പോൾ എനിക്ക് ഓള് പോകണമെന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അതാ ഇനി റിച്ചു ആണ് കേട്ടോ പോകണം. അപ്പോൾ റിച്ചോട് അങ്ങനെ മാറ്റിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് തിരിഞ്ഞിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഒന്നും കൂടി അത് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി എനിക്ക് ഷൂ ഇടണം. അപ്പോൾ തൻവി ഷൂ എടുക്കാൻ വേണ്ടി പോയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് അങ്ങനെ ഓരോന്ന് ചോദിക്കണേന് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് മഴയൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ആ മഴ പെയ്തതേ അല്ല തോന്നും. ഇന്ന് മഴ തന്നെ ഉണ്ടായിട്ടില്ല തോന്നും കേട്ടോ. അപ്പോൾ ആ തൻവി ഇങ്ങനെ ഷൂ എടുക്കാൻ വേണ്ടി ബാക്കിലേക്ക് പോയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനോളപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ സ്കൂൾ പറഞ്ഞിട്ട് ഷൂ അങ്ങനെ നിർബന്ധമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ഷൂ ഇന്ന് മുതൽ ഷൂ ഇടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ലൈബ ഫോൺ കളിച്ചിരിക്കണം കേട്ടോ. അവൾ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. മുടി ഇന്നലെ രാത്രി മുടഞ്ഞ് കെട്ടി കൊടുത്താണ് കേട്ടോ അമ്മ. കണ്ടില്ലേ. ഒരു സൈഡത്തെ പൊയ്ക്കണമെന്നാണ്. ഒരു സൈഡിൽ ഇതങ്ങനെ റിബണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോൺ നോക്കി പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് പിന്നെ നേരം വെളുത്ത് തന്നെ ഉള്ളൂ പണി. അതിന് ചീത്ത പറഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം ഫോൺ നോക്കും, പിന്നെ വീണ്ടും തുടങ്ങും കേട്ടോ. അപ്പോൾ അത് തൻവീൻ്റെ ഇടയിൽ സോക്സ് ഇട്ട് കൊടുക്കുകയാണ് കുട്ടിക്ക്. അതിൻ്റെ ഇടയിൽ ഇത് അമ്മ താഴത്ത് ഞങ്ങൾ മുകളിലായിട്ട് ഒരുക്കുന്ന ക്വാർട്ടേഴ്സിൽ. അപ്പോൾ താഴത്ത് പോയിട്ട് ഉമ്മ മീൻ വാങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പാലും വന്നിക്കണം. അപ്പോൾ മീനും പാലും കൂടി ഉമ്മ വാങ്ങി വരികയാണ് കേട്ടോ. അവിടെ താഴത്ത് വരും മീൻകാരന്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ വരവ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിച്ചുതാ മാറ്റി ഇറങ്ങണം കേട്ടോ. അവന് വണ്ടി അവിടെ തന്നെ വരും. ഒരു 9:15 കാണുന്നോട് കേട്ടോ അവൻ്റെ വണ്ടി വരികയാണ്. അപ്പോൾ അവനിതാ പോകാൻ ബാഗൊക്കെ ഇട്ടിക്കണം. അങ്ങനെ റിച്ചു ഇതാ സ്കൂളിലേക്ക് പോയിട്ടോ.
പൊന്നും പോയി അപ്പോൾ റിച്ചു ഇതാ സ്കൂളിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നീ അവിടെ എനിക്ക് ബസ് വരും 9:15 ആവാനായിക്കണം കേട്ടോ. ഒരു 9:15 9:20 ഉള്ളിലാണ് കേട്ടോ എനിക്ക് ബസ് വരിക. അങ്ങനെ ഇതപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓനും സ്കൂളിലേക്ക് പോയി. മെയിലാഞ്ചിട്ടാണല്ലേ. അങ്ങനെ ഇതാ നമ്മളെ ലൈവ് ഇവിടെ ഇരുന്നിട്ട് മെയിലാഞ്ചിട്ടാണ് കേട്ടോ. മറ്റവരൊക്കെ സ്കൂളിലേക്ക് പോയില്ലേ. ഇനി അവൾക്ക് ഉള്ള പരിപാടികൾ തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.